മോർണിംഗ് മാളക്കുട്ടിയുടെ ബിഗ് ബോസ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഡേ 19 ഓഗസ്റ്റ് 22 റിവ്യൂ ആണ്. അപ്പം മാളക്കുട്ടിയുടെ വീഡിയോസ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ വേക്കപ്പ് സോങ് ഇടാണ്. എല്ലാവരും കൂടി സന്തോഷത്തോടെ നിൽക്കുന്ന നിമിഷം കാണുന്നുണ്ടെങ്കിൽ ആ വേക്കപ്പ് സോങ്ങിന്റെ സമയത്താണ് ഡാൻസ് ഒക്കെ കളിച്ചിട്ട് അടിപൊളിയാക്കണം. പിന്നീട് അങ്ങോട്ട് തുടങ്ങിയില്ലേ മക്കളെ പൂരം. അപ്പോൾ കിച്ചണിലാണ് ഇന്നത്തെ പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് വേറൊന്നുമല്ല, കഴിഞ്ഞ ദിവസം കാപ്പിപ്പൊടിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. കാപ്പിപ്പൊടി ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്, കിട്ടുന്നൊന്നും കാണുന്നില്ല. അത് ജിസലെടുത്ത് വെക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ പിന്നീട് നോക്കുമ്പോഴും എന്താണ് ഒരു പാക്കറ്റ് കാപ്പിപ്പൊടി അവിടെ കാണാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം കാപ്പിപ്പൊടി തീർന്നു എന്ന് പറഞ്ഞിട്ട് ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ നോക്കുമ്പോൾ വീണ്ടും അതാ കാപ്പിപ്പൊടി. അപ്പൊ ജിസൽ അത് എടുത്തു വെച്ചാന്ന് മനസ്സിലാവാണ്. അപ്പൊ ജിസൽ പറയുന്നത് ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്റെ കഴിവ്, നിങ്ങൾ കണ്ടുപിടിക്കണം, നിങ്ങൾ എന്ത് ജിസലിനെ വാദിക്കുന്നുണ്ട്. അത് ശരത്ത് പറയാൻ എനിക്ക് കിച്ചൺ ടീമിലെ ആൾക്കാരല്ലാണ്ട് വേറൊരാളും ഇവിടെ കിച്ചണിൽ വരാൻ പാടില്ലാമെന്ന് കിച്ചൺ ടീം ക്യാപ്റ്റനായ ശരത്ത് സ്ട്രിക്റ്റ് ആയിട്ട് പറയാണ്. ഇത് തന്നെയല്ല അനുമോൾ ആദ്യമേ പറഞ്ഞത്, കിച്ചൺ ടീമിലുള്ള ആൾക്കാർ മാത്രമേ കിച്ചൺ ടീമിൽ വരണ്ടൂ എന്നുള്ളത്. അതൊക്കെ കഴിഞ്ഞു. അനുമോളെ നമ്മൾ സപ്പോർട്ട് ചെയ്തു. പിന്നെ അതിന് ശേഷം തമാശാലം അനുമോള് നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും, എല്ലാവർക്കും കൊടുക്കും. അനുമോൾക്ക് അത് ഇഷ്ടമാണ്. പക്ഷെ അനുമോള് രാവിലെ 11 മണിയായിട്ടും ചപ്പാത്തി ആയിട്ടില്ല, ഇതൊന്നും കിട്ടില്ല. അതായത് ബ്രേക്ക്ഫാസ്റ്റ് അവർക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ അവിടെ മെഡിസിൻ കഴിക്കുന്ന കുറെ പേരുണ്ട്. അപ്പൊ അവരൊക്കെ പറയാണ് എന്താണിത് 12 മണിയായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് കിട്ടാതെ, എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ മതി. കാരണം അവര് അഡ്ജസ്റ്റഡ് ആയി. അപ്പൊ രാവിലെ മെഡിസിൻ കഴിക്കണമെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും കഴിച്ചാലേ അവർക്ക് മെഡിസിൻ കഴിക്കാൻ പറ്റുള്ളൂ. ഇത് അനുമോൾ എന്താ വെച്ചാൽ ചപ്പാത്തി അനുമോൾ ചുടും, കറിയും അനുമോൾ ചുടും. അപ്പൊ ഉരുളക്കിഴങ്ങ് ആദ്യമേ വേവിക്കാണ്ട് ജസ്റ്റ് അതിന് ശേഷം കുക്കറിലിട്ട് വേവിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി പെട്ടെന്നാവുന്നത്. അതിനുശേഷം കുക്കറിലിട്ട് വേവിക്കുന്ന മുമ്പ് അതിന് സമയം എടുക്കും ഉരുളക്കിഴങ്ങൊക്കെ വേവണമെങ്കിൽ. അപ്പൊ കുറെ പേര് പറഞ്ഞു എന്താണ് പരിപ്പാക്കിയാൽ മതി. പക്ഷെ പരിപ്പാക്കാൻ കൂട്ടാക്കിയില്ല ഉരുളക്കിഴങ്ങിന്. അപ്പൊ വേവാൻ കുറെ സമയം 12 മണിയായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് കിട്ടില്ല. അപ്പൊ അത് മറ്റുള്ളവരുടെ ഭാഗത്ത് ഇങ്ങനെ ന്യായം. അനുമോള് പറഞ്ഞതിനോട് യോജിക്കാൻ പറ്റില്ല. കാരണം 12 മണിയായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് കിട്ടില്ല വെച്ചാൽ അത് മോശം തന്നെയാണ്. നല്ല ഫുഡാണെങ്കിൽ പോലും ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ഭക്ഷണം കൃത്യമായിട്ട് കിട്ടണമല്ലോ. അപ്പൊ അവന്റെ പ്രശ്നം അതോടെ ഇതാക്കാണ്. അനുമോള് പിന്നെ ചെറിയ കരച്ചിലൊക്കെ ആവുന്നുണ്ട്. അതവിടെ കഴിഞ്ഞ പിന്നെ വരുന്നത് ജയിൽ നോമിനേഷനും ക്യാപ്റ്റൻസി നോമിനേഷൻ നടക്കുന്നുണ്ട്. ജയിൽ നോമിനേഷനിൽ അങ്ങനെ നമ്മുടെ കറക്റ്റ് കള്ളി ജയിലിൽ വന്നിട്ടുണ്ട്. അതായത് ജിസലും ഒനിയലും, തെറി വിളിച്ചതിന് ഒനിയലും ഈ പറഞ്ഞ കാപ്പിപ്പൊടിയും മറ്റു കാര്യങ്ങളൊക്കെ മോഷ്ടിച്ചതിന് ജിസലും എന്ത് ചെയ്തിട്ട് ജയിലിലാവുകയാണ്. പിന്നെ വരുന്നത് ക്യാപ്റ്റൻസിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ശൈത്യക്ക് എന്ത് ചെയ്തിട്ടാണെന്ന് അറിയില്ല. എന്തായാലും അനുമോൾക്ക് എടുക്കുന്ന മാറിയിട്ട് ശൈത്യ പോയപ്പോഴേക്കും ശൈത്യാണ് ക്യാപ്റ്റൻസിയിലേക്ക് എടുത്തിട്ടുണ്ട്. അതുപോലെ ശരത്ത് പിന്നെ ബിന്നി, ഈ 3 പേരാണ് ക്യാപ്റ്റൻസി നോമിനേഷനിൽ വന്നിട്ടുള്ളത്. അപ്പൊ പിന്നെ വരുന്നത് എന്താണ് ജയിലിലുള്ള ആൾക്കാർ ജയിലിൽ പോവുകയാണ്. അവർക്ക് അവിടെ വെച്ച് ചെറിയ ടാസ്ക്, ഒരു ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ട് സമയം പറഞ്ഞു കൊടുത്ത് അവർക്കൊരു സമയം ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുക. അതായത് എത്ര സമയം എന്നുള്ളത് രാവിലെ വരെയും, അതായത് ബിഗ് ബോസ് പറയുന്ന സമയം വരെയും എന്ത് ചെയ്യണം, കറക്റ്റ് സമയം പറയണം എന്നുള്ളത് ടാസ്ക് കൊടുക്കാണ്. പണിഷ്മെന്റ് തീർച്ചയായിട്ടും നല്ലതാണ്. കാരണം ജയിൽ എന്ന് പറഞ്ഞത് എല്ലാവരും വളരെ സിംപ്ലിഫൈ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ ഒരിക്കലും ജയിൽ എന്നൊരു പണിഷ്മെന്റ് ആവുന്ന ഇതുവരെ ആൾക്ക് തോന്നിയിട്ടില്ല. അപ്പൊ ഇതുപോലുള്ള ടാസ്ക് എന്തായാലും കൊടുക്കണം. എന്നാലേ ഇനി അടുത്ത ഗെയിംസ് ഒക്കെ വരുമ്പോൾ നന്നായിട്ട് കളിക്കണം എന്ന് തോന്നുന്നു, ജയിലിൽ പോകാതിരിക്കാൻ തോന്നുള്ളൂ. അപ്പൊ നല്ല കാര്യം തന്നെയാണ്. അപ്പൊ ജിസലും ഒനിയലും ചെയ്യുന്നുണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്ക് ഒനിയിൽ ഒതുങ്ങി പോകുന്നുണ്ട്, ജിസലും ഉറങ്ങുന്നുണ്ട്. അപ്പൊ പിറ്റേന്ന് എന്താവുന്നുള്ളത് നമുക്കറിയില്ല, നോക്കാം, കണ്ടറിയാം. അപ്പൊ അതവിടെ അങ്ങനെ നിൽക്കാണ്. പിന്നെ അക്ബർ, മറ്റേ ശാരിക, അനീഷ്, ആദില, നൂറ, അങ്ങനെ ശരത്ത്, അങ്ങനെ കുറച്ചാള് പിന്നെ ഒക്കെ കുറെ സംസാരം ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്. അതായത് വെറുതെ ഒരു കാഷ്വൽ ടോക്കായിട്ട് നടക്കുന്നുണ്ട്. അത് പിന്നീട് വലിയൊരു വഴക്കിലേക്കൊക്കെ പോകുന്നതാണ്. അനീഷാണ് തുടക്കുന്നത്. അനീഷ സ്വഭാവം നമുക്ക് അറിയാലോ. എന്താണ് ആളെന്തെങ്കിലും ഒരു വിഷയം ഇട്ടെടുക്കും, പിന്നെ അങ്ങോട്ട് മിണ്ടേ ഇല്ല. ബാക്കിയുള്ള ആൾക്കാരൊക്കെ അതിൽ പിടിച്ച് ട്രിഗർ ആവും. പിന്നീട് അങ്ങോട്ട് അനീഷ് ഒന്നും വിടുന്നില്ല. ആ വിഷയം വേറെ പല ആൾക്കാരിലേക്ക് എത്തി അത് വലിയൊരു വഴക്ക് അവിടെ നടക്കുകയാണ്. അപ്പൊ ഇത്രയാണ് ഇന്നലത്തെ. പിന്നെ ഒരു എന്താണ് മറ്റേ ഹെൽത്തി ഗ്രോസറി കായത്തിന്റെ ഒരു ചെറിയ സ്പോൺസർ ടാസ്ക് കൂടി ഉണ്ടായിരുന്നു, ഫുഡ് ഉണ്ടാക്കുന്ന ഒരു ടാസ്കാണ്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിലെ മെയിൻ കാര്യങ്ങള്. അപ്പൊ നാളെക്കുട്ടിയുടെ ബിഗ് ബോസ് റിവ്യൂ ആദ്യമായി കാണുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇന്ന് ശനിയാഴ്ചയാണ് നമ്മൾ ലാലേട്ടൻ വരുന്ന എപ്പിസോഡാണ്. നമുക്ക് നോക്കാം എന്തൊക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ വീക്കിലെ എപ്പിസോഡ് മാളക്കുട്ടിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. കാരണം പല കാര്യങ്ങളും ലാലേട്ടൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു പോയി. അപ്പൊ നമുക്ക് ഈ ആഴ്ച എങ്ങനെയുണ്ട് നോക്കാം. ഒരുപാട് ഇഷ്യൂസ് ഈ ആഴ്ച നടന്നിട്ടുണ്ട്.
എന്താ പറയുക ആര്യ ചെരുപ്പെറിഞ്ഞതും ഒനിയൽ തെറി വിളിച്ചതും അങ്ങനെ അഭിലാഷിന്റെ ദേഷ്യവും അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. നമുക്ക് നോക്കാം അതിലേക്ക് എത്രത്തോളം സീരിയസ് ആയിട്ടാണ് ലാലേട്ടൻ പറയുന്നത് എന്നുള്ളത്. അപ്പോൾ മാളക്കുട്ടിയുടെ വീക്കിൽ എന്താണ് എപ്പിസോഡ്സ് അല്ലെങ്കിൽ റിവ്യൂസ് ആദ്യമായി കാണണമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. ടാറ്റ ബൈ ബൈ, സീ യു.